NSS കോട്ടച്ചേരി കരയോഗം വാർഷിക യോഗവും കുടുംബസംഗമവും വനിതാ വിംഗ് രൂപീകരണവും നടത്തി. യോഗത്തിൽ മുതിർന്ന അംഗങ്ങൾക്ക് ആദരവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും കാഞ്ഞങ്ങാട് നീലേശ്വരം ആകാശപാത എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും നായർ സർവീസ് സൊസൈറ്റിയുടെ കോട്ടച്ചേരി കരയോഗം വാർഷിക യോഗം ആവശ്യപ്പെട്ടു. ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നുള്ള ആവശ്യവും യോഗം മുന്നോട്ട് വെച്ചു. മേലാങ്കോട്ടെ ലയൺസ് ഹാളിൽ വെച്ച് നടത്തിയ യോഗം യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. എല്ലായ്പ്പോഴും നമ്മുടെ ഈ കരയോഗത്തിന്റെ പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിലും ഒരു സംഘടനയുടെ പ്രവർത്തനത്തിൽ അത്യന്താപേക്ഷിതമായത് അതിന്റെ വനിതാ വിഭാഗമാണ്. എവിടെയാണോ വനിതാ വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നത് അവിടെ കരയോഗം ശക്തമായി ഉണ്ട് എന്ന് അനുഭവത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ താലൂക്കിൽ 89 കരയോഗങ്ങളുണ്ട്. ആ 89 കരയോഗങ്ങളിൽ ഏതൊക്കെ കരയോഗങ്ങളാണ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കരയോഗങ്ങളിൽ വനിതാ സമാജം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിലാണ് ആ കരയോഗങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് ഒരു മടിയില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് ഇടയില്ലം ചെറിയോൻ നായർ അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി പി ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി പി ദിവാകരൻ നായർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ബാലകൃഷ്ണൻ നായർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 80 വയസ്സ് പൂർത്തിയായ കരയോഗമംഗം മേലാങ്കോട്ടെ PV സരളയ്ക്ക് ആദരവും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ MK കൃഷ്ണപ്രിയ, ആദിത്യൻ ദിവാകരൻ, MK ജഗന്നാഥൻ എന്നിവർക്ക് അനുമോദനവും നൽകി. കരയോഗം ജോയിന്റ് സെക്രട്ടറി കെ വിജയകൃഷ്ണൻ നമ്പ്യാർ നന്ദി പറഞ്ഞു. കുടുംബസംഗമത്തോടുകൂടി നടത്തിയ വാർഷിക യോഗത്തിൽ വനിതാ കമ്മിറ്റിയും രൂപീകരിച്ചു. ഇതിന്റെ പ്രസിഡന്റായി സന്ധ്യ ദിവാകരനെയും വൈസ് പ്രസിഡന്റായി ലതാ കുഞ്ഞിരാമനെയും സെക്രട്ടറിയായി TP ബിന്ദുവിനെയും ജോയിന്റ് സെക്രട്ടറിയായി അഞ്ജു ബാലഗോപാലിനെയും ട്രഷററായി ദിവ്യ സുധീറിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.